ബ്രഹ്മയുഗം മൂവിയുടെ 3 ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ, കേരള കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷൻ എന്നിങ്ങനെയും അതുപോലെ മറ്റു ചില അപ്ഡേറ്റ്സുകളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 3-ാം ദിവസം കേരളത്തിൽ മാത്രം 140+ എക്സ്ട്രാ ഷോ, അതോടൊപ്പം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 65+ എക്സ്ട്രാ ഷോകളാണ് ചിത്രത്തിൻ്റെതായിട്ട് നടന്നത്. അങ്ങനെ വരുമ്പോൾ ഓൾ കേരള 3 ഡേയ്സ് 361 സ്പെഷ്യൽ ഷോകൾ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിൻ്റെത് മാത്രമായി നടന്നു കഴിഞ്ഞു. കൊടുമൺ പോറ്റി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കൊണ്ട് വേൾഡ് വൈഡ് മാന്ത്രികം കാണിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ബോക്സ് ഓഫീസിൽ നിന്നും മനസ്സിലാവുന്നത്. നോർത്ത് അമേരിക്കയിലും ബ്രഹ്മയുഗം മൂവി ആളിപ്പടരുകയാണ്. GCCയിലൊക്കെ ഇന്നലെ കേരളത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. 3-ാം ദിവസം കേരളത്തിൽ നിന്നും മാത്രമായിട്ട് ഈ ഒരു ചിത്രം 3.25 കോടി രൂപയോളവും ഇന്ത്യൻ കളക്ഷനായിട്ട് ടോട്ടൽ 4 കോടിയിൽ ടച്ച് ചെയ്തു. അങ്ങനെ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷനായിട്ട് 10 CR പിന്നിട്ടിരിക്കുകയാണ് ബ്രഹ്മയുഗം മൂവി. വേൾഡ് വൈഡ് 3 ദിവസം കൊണ്ട് ചിത്രം 25 CRൻ്റെ അടുത്തും എത്തി നിൽക്കുന്നു. 3-ാം ദിനമായ ഇന്നലെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ കളക്ഷൻ രേഖപ്പെടുത്തിയ ദിവസം. 4-ാം ദിവസവും 3-ാം ദിവസത്തിൻ്റെ അതേ രീതിയിലുള്ള കളക്ഷൻ ബോക്സ് ഓഫീസിൽ നിന്നും തൂക്കുമെന്നുള്ള കണക്കുകൾ തന്നെയാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ നിന്നും മനസ്സിലാവുന്നത്. അവസാനത്തെ 24 ഹവേഴ്സിൽ 125Kക്കും മുകളിൽ ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ടായി പോയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ 1,25,000 മുകളിൽ ടിക്കറ്റുകൾ ഇന്ത്യയിൽ 3-ാം ദിനമായ ഇന്നലെ മാത്രം 205 മുകളിൽ സ്പെഷ്യൽ ഷോകൾ നടന്നു. ഈ ഒരു സിനിമ ചരിത്രത്തിലേക്ക് തന്നെയാണ് കുതിച്ച് നീങ്ങുന്നത്. ഒരു എക്സ്പെരിമെൻ്റൽ മൂവി ആയിട്ടാണ് ഈ ഒരു ചിത്രം തിയേറ്ററിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ഫാൻസിന് പോലും വലിയ പിടിയില്ലായിരുന്നു ഇത്രയും വലിയ വിജയമാവുന്നത്. എന്നാൽ ചിത്രത്തിൻ്റെ അണിയറ ടീമിന് ഗംഭീരമായിട്ടുള്ള പിടിയുണ്ടായിരുന്നു ഈ ഒരു ചിത്രം വലിയ വിജയമാവുമെന്ന്. കാരണം അത്തരത്തിലുള്ള ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം ചിലവഴിച്ച് തന്നെയാണ് ഈ ഒരു ചിത്രം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് ഹോളിവുഡ് നിലവാരമുള്ള ഗ്രാഫിക്സ് ഈ ഒരു ചിത്രത്തിലുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ആ ഒരു ഭാഗമൊക്കെ കണ്ട സമയത്ത് ഒരു വിദേശ സിനിമ കാണുന്ന ഫീലായിരുന്നു. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജുനുജുനാസ്.